ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 5-ാമത്തെ ശ്ലോകം. അഹോതിരമ്യം പുളിനം വയസ്യാ സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം സ്ഫുടത്സരോഗന്ധഹൃതാലിപത്രികധ്വനി പ്രതിധ്വാനലസദ്രുമാകുലം. അഹോതിരമ്യം. അഹോ അതിരമ്യം ആണ്. അഹോതിരമ്യം. അഹോ എന്ന് പറയുന്നത് അത്യാശ്ചര്യത്തെ കാണിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ ലീലയിലുള്ള ആശ്ചര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അഹോ അതിരമ്യം, ഏറ്റവും മനോഹരമായിട്ടുള്ള പുളിനം വയസ്യ. പുളിനം എന്ന് പറഞ്ഞാൽ മണൽത്തിട്ട്. വയസ്യ അല്ലയോ, വയസ്യന്മാരെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, കൂടെയുള്ള കൂട്ടുകാരെ. അതായത് കൃഷ്ണൻ വന്നിട്ട് പറയുകയാണ് ഇവിടെ, അല്ലയോ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, നോക്കിക്കേ, ഈ മണൽത്തിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളതും അതേപോലെ സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം, സമ്പത്തോടു കൂടിയതും മൃദുലമായതും നിർമ്മലമായും ഇരിക്കുന്ന മണൽത്തരികളോട് കൂടിയതുമാണ്. പിന്നെയോ സ്ഫുടത് സരോഗന്ധഹൃതാളിപത്രികധ്വനി പ്രതിധ്വാനലസദ്രുമാകുലം. കുറച്ച് വലിയ വാക്കാണ്. സ്ഫുടത് സരോഗന്ധ, വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളുടെ ഗന്ധം കൊണ്ട്, ഹൃതാളിപത്രിക, ആ വാസന കൊണ്ട് ആകർഷിക്കപ്പെടുന്ന, അളി എന്നാൽ വണ്ടുകൾ, വണ്ടുകളുടെയും അതുപോലെ പത്രിക ധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം. ധ്വനി പ്രതിധ്വാന, പക്ഷികളുടെയും അതുപോലെ ജലത്തിലുള്ള ശബ്ദങ്ങളാലും പ്രതിധ്വനി പ്രതിശബ്ദങ്ങളാലുമൊക്കെ ലസദ്രുമാകുലം, അങ്ങനെ ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്നതായിട്ടുള്ള ദ്രുമാകുലം, പൂത്തു നിൽക്കുന്ന മരങ്ങളാലുമൊക്കെ തിങ്ങിയതായും ഇരിക്കുന്നു. അതായത് ഇവിടെ ഭഗവാന്റെ കണ്ണിലൂടെ ഈ പ്രകൃതിയുടെ മനോഹാരിതയൊന്ന് കുട്ടികൾക്ക് കാണാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഭഗവാൻ തന്നെ വർണ്ണിക്കുകയാണ് ആ പ്രകൃതിയുടെ ഭംഗി, ആ മണൽത്തിട്ടയുടെ ഭംഗി. നോക്കൂ കുട്ടികളെ, ഇവിടെ നമ്മുടെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന സ്വകേളി സമ്പത്ത് എന്നാ പറഞ്ഞത്. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സമ്പത്ത് മുഴുവനും, നമ്മുടെ കുട്ടികൾക്ക് അതിനെ കളിക്കുവാൻ വേണ്ടുന്നതാണെങ്കിലും ഭക്ഷിക്കുവാൻ വേണ്ടുന്നതാണെങ്കിലും എല്ലാം ഇവിടെയുണ്ട് അല്ലേ. ധാരാളം വൃക്ഷങ്ങളും ലതകളും ഒക്കെ ഫലങ്ങളോടും പൂക്കളോടും കൂടി നിറഞ്ഞു നിൽക്കുന്ന, ഐശ്വര്യത്തെ വിളിച്ചോതുന്ന ഒരു നദിക്കരയാണ് അവിടെ കാണുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സമ്പത്തും അവിടെയുണ്ട്. പിന്നെയോ മൃദുലമായിട്ടുള്ളതാണ്, ഭൂമിയൊന്നും ഉറഞ്ഞു പോയതല്ല, അതിൽ കാരുണ്യം ഇപ്പോഴും അങ്ങനെ വഴിഞ്ഞൊഴുകുന്നു. എന്തുകൊണ്ടാ? ഭഗവാനെ അവിടുത്തെ പാദസ്പർശമേറ്റ് ധന്യയായിരിക്കുന്ന ഭൂമിയാണത്. അത് മൃദുലമാണ്, നിർമ്മലമാണ്. ഭഗവാന്റെ അംഗസ്പർശമേറ്റാൽ പിന്നെ അവിടെ അഖത്തിന് ഇരിപ്പിടമില്ല, പാപങ്ങൾക്ക് ഇരിപ്പിടമില്ല. അതുകൊണ്ട് തന്നെ അത് നിർമ്മലമായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള മണൽത്തരികളോട് കൂടിയതും അതേപോലെ ആ വിരിഞ്ഞു നിൽക്കുന്ന, ആ നദിയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളുണ്ടല്ലോ, അതിൻ്റെ ഭംഗി കണ്ടിട്ട്, ഭംഗിയും അതിൻ്റെ വാസനയും കൊണ്ട് വണ്ടുകളും ഒക്കെ ആകർഷിക്കപ്പെടുന്നു. തന്നെയല്ല പക്ഷികൾക്കൊക്കെ അതിൽ ചെന്നിരിക്കാൻ എന്താ ഒരു ഇഷ്ടം. പിന്നെയോ ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? ആ നദീജലത്തിലേക്ക് നോക്കിയിട്ട് ശബ്ദമുണ്ടാക്കുക. അപ്പോഴോ തിരികെ ആ ശബ്ദം പ്രതിധ്വനിച്ച് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുക, ആർത്തിച്ചിരിക്കുക, കുട്ടികളെല്ലാം കൈകൊട്ടിച്ചിരിക്കുക. ഇങ്ങനെ തുടങ്ങി അവരുടെ കേളികൾ കൊണ്ടെല്ലാം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഈ നദിക്കര, അല്ലയോ കൂട്ടുകാരെ നോക്കൂ, എത്ര മനോഹരമാണ്, എന്തൊരാശ്ചര്യം എന്നൊക്കെ പറയുകയാണ് ഇവിടെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
അഹോതിരമ്യം പുളിനം വയസ്യാ സ്വകേളി സമ്പന്മൃദുലാച്ഛവാലുകം സ്ഫുടത്സരോഗന്ധഹൃതാലിപത്രികധ്വനി പ്രതിധ്വാനലസദ്രുമാകുലം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഹോതിരമ്യം അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ വയസ്യ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സ്ഫുടത് സരോഗന്ധ ഹൃതാളിപത്രിക, അവിടെയും ചില ഗ്രന്ഥങ്ങളിൽ ഹൃതാലി എന്ന് കാണാറുണ്ട്. ഹൃതാലി അല്ല, അളിയാണ്, അപ്പോൾ ലായാണ്. ഹൃതാളി പത്രിക ധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം, അത് കഴിയുന്നതും അത് അത്രയും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. അത്ര ഭോക്തവ്യമസ്മാഭിർദിവാരൂഢം ക്ഷുധാർദിതാ വത്സാ സമീപേപ പീത്വാ ചരന്തു ശനകൈസ്തൃണം. അപ്പോൾ തങ്ങൾക്കൊക്കെ ഇരുന്ന് ഊണ് കഴിക്കുവാൻ അതിമനോഹരമായ ഒരു സ്ഥലത്തെ ഭഗവാൻ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക തന്നെയല്ല, തങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയ, ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പറ്റിയ സ്ഥലമാണ് എന്ന് അവിടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറയാണ്, അത്ര ഭോക്തവ്യം അസ്മാഭിർദിവാരൂഢം. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഭോക്തവ്യം അസ്മാഭിർദിവാരൂഢം. ഭോക്തവ്യം അസ്മാഭി ദിവ ആരൂഢം, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് ഭോക്തവ്യം അസ്മാഭിർദിവാരൂഢം. അസ്മാഭി എന്ന് പറഞ്ഞാൽ നമ്മളാൽ, അതായത് നമ്മളാൽ ഇവിടെ ഭോക്തവ്യം ഭുജിക്കപ്പെടുവാൻ പറ്റുന്നതായിട്ടുള്ള, അതിന് യോഗ്യമായിട്ടുള്ളതായിട്ടുള്ള ദിവ ആരൂഢം. ദിവ എന്ന് പറഞ്ഞാൽ പകല്, ആരൂഢം എന്ന് പറഞ്ഞാൽ അത് ഉച്ചയായി, പകലൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുന്നു, അപ്പോൾ നമുക്കിനി ഇവിടെ ഇരുന്ന് ഭക്ഷിക്കാമെന്ന് പറയുകയാണ്. ക്ഷുധാർദിത, ക്ഷുധ എന്ന് പറഞ്ഞാൽ വിശപ്പ്. ക്ഷുധാർദിത, വിശന്ന് നമ്മളാകെ, അർദിത എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുന്നു. വത്സ, ഈ പശുക്കുട്ടികളൊക്കെ സമീപേപ പീത്വാ ചരന്തു ശനകൈസ്തൃണം. സമീപേ എന്ന് പറഞ്ഞാൽ സമീപേ അപഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സമീപേപ. സമീപേ എന്ന് പറഞ്ഞാൽ അടുത്ത്, അപഹ എന്ന് പറഞ്ഞാൽ ജലം. പീത്വ കുടിച്ചിട്ട്, ശനകൈ മെല്ലെ മെല്ലെ, എന്താ വേണ്ടേ, തൃണാം, അതായത് തൃണം എന്നാൽ പുല്ല്, പുല്ലുള്ളിടത്ത് അവർ ചരന്തു എന്ന് പറഞ്ഞാൽ അവരങ്ങനെ മേഞ്ഞ് നടക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പശുക്കുട്ടികളുമൊക്കെ നിറയെ വെള്ളം, ഇവിടെ ജലമുണ്ടല്ലോ, ഈ നദിക്കരയിൽ നിന്നിട്ട് ധാരാളം ജലമൊക്കെ കുടിച്ചിട്ട് ഈ പശുക്കുട്ടികൾ എന്ത് ചെയ്യാം, അവരവരുടെ ആ ധാരാളം പുൽത്തകിടികളുണ്ട്, അവിടെയൊക്കെ പുല്ലും തിന്ന് മേഞ്ഞ് നടക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, നമുക്ക് വിശന്ന് നമ്മൾ ക്ഷീണിതരായിരിക്കുന്നു. ഇതിപ്പോഴാകട്ടെ പകലൊക്കെ കഴിഞ്ഞ് ഉച്ച സമയവുമായി, എല്ലാവർക്കും ഭക്ഷണം കഴിക്കുവാനുള്ള സമയമായി, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ഭഗവാൻ ആ ഗോപബാലന്മാരോട് പറയുക. അപ്പോൾ അങ്ങനെ ഭഗവാൻ പറയുകയാണ്, വിശന്ന് തളർന്നിരിക്കുന്ന നമുക്ക് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കുട്ടികളെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് ഭഗവാന്. ഭഗവാന്റെ അടുത്ത ലീലയ്ക്കുള്ള സമയമാകുമ്പോൾ ഭഗവാൻ അതിനുള്ള കളം ഒരുക്കുകയാണ്. കുട്ടികളെയൊക്കെ അതാ വിളിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത്ര ഭോക്തവ്യം അസ്മാഭിർദിവാരൂഢം ക്ഷുധാർദിതാ വത്സ സമീപേപ പീത്വാ ചരന്തു ശനകൈസ്തൃണം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത്ര ഭോക്തവ്യമസ്മാഭിർദിവാരൂഢം, അതായത് ഭോക്തവ്യമസ്മാഭിർദിവാരൂഢം, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക.
അവിടെ ഭോക്തവ്യം അസ്മാഭിറാണ്, മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ തന്നെ ദിവാരൂഢം എന്നുള്ളതിൽ ദ കൂട്ടക്ഷരമാണ്. പിന്നെ അടുത്തത് വത്സ സമീപേപ ക്ഷുധാർദിത. ഇവിടെയെല്ലാം ചിലയിടത്ത് ദീർഘവും വിസർഗവുമുണ്ട്, ചിലയിടത്ത് വിസർഗം മാത്രമായിരിക്കും. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. തഥേതി പായയിത്വാർഭാ വത്സാനാരുധ്യ ശാദ്വലേ മുക്ത്വാ ശിക്യാനി ബുഭുജു സമം ഭഗവതാ മുദാ. തഥേതി പായയിത്വാർഭാ, തഥാ ഇതി പായയിത്വാ അർഭ, തഥാ ഇതി അപ്രകാരമാകട്ടെ, എന്നാൽ ശരി അങ്ങനെ തന്നെയാവാം, നമുക്ക് ഒക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് കുട്ടികൾ പായയിത്വ അർഭ, പായയിത്വ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് അർഭ, ആ അർഭകന്മാർ, ആ കുട്ടികൾ ഗോപബാലന്മാർ വത്സാൻ ആരുധ്യ ശാദ്വലെ, വത്സാൻ ആരുധ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വത്സാൻ ആരുധ്യ. വത്സാൻ എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടികളെ, ആരുധ്യ അതിനെയൊക്കെ, ആരുധ്യ എന്ന് പറഞ്ഞാൽ സംരോധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ വെള്ളമൊക്കെ കൊടുത്ത് ഒരിടത്ത് കൊണ്ടുവന്ന് ആ പുൽത്തകിടിയിൽ മേയാൻ വിട്ടിട്ട്, ശാദ്വലെ, ശാദ്വല എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലുള്ള ഇടത്തിൽ, അതായത് ആ നദീതീരത്തോട് ചേർന്നുള്ള പുൽത്തകിടികളിലൊക്കെ മേയാൻ വിട്ടിട്ട്, മുക്ത്വ ശിക്യാനി, മുക്ത്വ എന്ന് പറഞ്ഞാൽ അഴിച്ച്, ശിക്യാനി എന്ന് പറഞ്ഞാൽ ഉറികളെ, അതായത് തങ്ങൾ കൊണ്ടുവന്ന ആ ഭക്ഷണങ്ങളൊക്കെ ഓരോരോ പാത്രങ്ങളിൽ കൊണ്ടുവന്ന, ഇവിടെ ഉറികളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാത്രങ്ങളെയാണ്. ഇവർ കൊണ്ടുവന്ന ഈ ചോറ് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഓരോരോ മരക്കൊമ്പുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവിടെ നിന്നും മുക്ത്വ എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എടുത്തിട്ട്, ബുഭുജു സമം ഭഗവതാ മുദ, ബുഭുജു എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു, എങ്ങനെ, സമം ഭഗവത ഭഗവാനോട് കൂടി, മുദ എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ എന്ന് ഭക്ഷണം കഴിക്കുവാൻ വിളിക്കാനായിട്ട് കാത്തിരുന്ന കുട്ടികൾ ഭഗവാന് വിശക്കുന്നു എന്ന് കണ്ടപ്പോൾ തങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ക്ഷീണമുണ്ടോ, ദാഹമുണ്ടോ, ഇതൊന്നും അവരറിയുന്നില്ല. എന്താ, ഭഗവാനോട് കൂടി നടക്കുമ്പോൾ അവർക്ക് ഈ വിഷയങ്ങളൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. ഭഗവാന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് വന്നു. അതിനു മുൻപ് തന്നെ പശുക്കളെ വേണ്ടത്ര വെള്ളമൊക്കെ കുടിപ്പിച്ച് പുൽത്തകിടികളിൽ കൊണ്ടുപോയി മേയാൻ വിട്ടിട്ട്, അവരെ അങ്ങനെ അഴിച്ചു വിട്ടിട്ട് ഇവിടെ വന്ന് എല്ലാവരും കൂടി ഭഗവാനിൻ കൂടെ ഇരുന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തഥേതി പായയിത്വാർഭ വത്സാനാരുധ്യ ശാദ്വലേ മുക്ത്വാ ശിക്യാനി ബുഭുജു സമം ഭഗവതാ മുദാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പായയിത്വാർഭ, പായയിത്വ അർഭ ആണ്, അകാരം ശ്രദ്ധിക്കുക. അതുപോലെ വത്സാനാരുധ്യ, വത്സാൻ ആരുധ്യാണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് ബുഭുജു എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണസ്യ വിശ്വപുരുരാജിമണ്ഡലൈരഭ്യാനന ഫുല്ലദൃശോ വ്രജാർഭക സഹോപവിഷ്ടാ വിപിനേ വിരേജു ഛദാ യഥാംഭോരുഹ കർണികായ. കൃഷ്ണസ്യ വിശ്വപുരുരാജിമണ്ഡലൈരഭ്യാനന, കൃഷ്ണസ്യ കൃഷ്ണൻ്റെ വിശ്വപുരുരാജിമണ്ഡലൈ അഭ്യാനന, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. വിശ്വക് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും, ആ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ കൃഷ്ണൻ്റെ 4 ഭാഗത്തുമായിട്ട് പുരുരാജിമണ്ഡലേ നീണ്ട നിരകളായിട്ട്, മണ്ഡലേ എന്ന് പറഞ്ഞാൽ ചുറ്റും, അഭ്യാനന മുഖത്തിന് നേരെ, അതായത് നമ്മൾ ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന, ഫുല്ലദൃശോ വ്രജാർഭക, ഫുല്ലദൃശ എന്ന് പറഞ്ഞാൽ
വികസിച്ച കണ്ണുകളോട് കൂടിയവരായി. ഭഗവാനും ഈ കുട്ടികളും മുഖത്തോട് മുഖം നോക്കി ഇരുന്നുകൊണ്ട് കഴിക്കുക. ഇവർക്ക് കുട്ടികൾക്കാണെങ്കിൽ ഭഗവാനെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ അങ്ങനെ വിടർന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ പുല്ലദൃശ വ്രജാർഭക, അതായത് ആ വ്രജത്തിലെ കുമാരന്മാർ, കുട്ടികൾ, ഗോപകുമാരന്മാർ. സഹോപവിഷ്ട വിപിനേ വിരേജു. സഹോപവിഷ്ട, സഹ ഉപവിഷ്ട, ഒരുമിച്ചിരിക്കുന്നവരായിട്ടുള്ള ആ ഗോപകുമാരന്മാർ. വിപിനെ വിരേജു. വിപിനെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ, വിരേജു നന്നായി ശോഭിച്ചു. ഛദ യഥാംഭോരുഹ കർണികായ. ഛദ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ ചുറ്റിനുമായിട്ട്, ഛദ എന്ന് പറഞ്ഞാൽ ഈ ദളങ്ങൾ, നമ്മൾ പുഷ്പങ്ങളുടെയൊക്കെ ദളങ്ങളെന്ന് പറയില്ലേ, ആ ദളങ്ങൾ. അതുപോലെ ഇങ്ങനെ യഥാ അംഭോരുഹ കർണികായ, അതായത് താമരയുടെ ഇതളുകൾ എപ്രകാരമാണ് ആ കേസരത്തിൻ്റെ ചുറ്റും അങ്ങനെ വിരാജിച്ച് നിൽക്കുന്നത്, ഇവിടെ ഇതുപോലെ ഭഗവാനെ കേന്ദ്രത്തിൽ ഇരുത്തിക്കൊണ്ട്, അതായത് നടുവിലിരുത്തിക്കൊണ്ട് ഭഗവാന്റെ ചുറ്റോട് ചുറ്റും ഈ പറഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് ഒരു താമരപ്പൂ പോലെ ഭഗവാൻ നടുക്ക് അതിൻ്റെ താമരയുടെ കർണികയായിട്ട് വിലസുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും കുട്ടികളങ്ങനെ ഒരു താമരപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ ശോഭിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ആട്ടും പാട്ടും കളിയും ചിരിയും ഒക്കെയായിട്ട് അത്യധികം സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുവാൻ വന്നിരുന്നു. ഇനി ഇതിന് മറ്റൊരർത്ഥം, ഭഗവാന്റെ നാലുപാടും പരസ്പരം നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നാം. ഭഗവാന് 2 കണ്ണുകളല്ലേ ഉള്ളൂ. ഇവിടെ ഭഗവാന്റെ ചുറ്റോട് ചുറ്റ് കണ്ണുകളുണ്ട്. അഥവാ ഭഗവാൻ കാണാത്ത, ഭഗവാൻ അറിയാത്ത ഒരിടവുമില്ല. എല്ലായിടത്തും ഇരുന്നു കൊണ്ട് കണ്ണിൽ നോക്കിയിരിക്കുന്ന ആ സുഖം, ആ സംതൃപ്തി, ഭഗവാന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഭഗവാനോട് കഥകൾ പറയുന്ന സംതൃപ്തി, ഭഗവാന്റെ സമീപത്തിൽ എവിടെ ഇരുന്നാലും ആ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ആ ആനന്ദത്തിനൊരു കുറവും വന്നില്ല എന്നർത്ഥം. അതായത് ഭഗവാന്റെ പുറകിലാണ് ഇരിക്കുന്നത് എന്നോ ഭഗവാന്റെ വശങ്ങളിലാണെന്നോ നേരെ മുൻപിലിരുന്ന് കണ്ണുകളിൽ നോക്കി കഥകൾ പറയുവാൻ കഴിയാത്തതിൻ്റെ സങ്കടമോ ഒന്നും ആ കുട്ടികളെ ഏശിയതയില്ല. പകരം കുട്ടികൾക്ക് എവിടെ ഇരുന്നപ്പോഴും ഈ ഒരു അനുഭവം, അതിൻ്റെ സുഖം അറിയുവാൻ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃഷ്ണസ്യ വിശ്വപുരുരാജിമണ്ഡലൈരഭ്യാനന ഫുല്ലദൃശോ വ്രജാർഭകാ സഹോപവിഷ്ട വിപിനേ വിരേജു ഛദാ യഥാംഭോരുഹ കർണികായ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിശ്വപുരുരാജിമണ്ഡലൈരഭ്യാനന, കഴിയുന്നതും അത് ചേർത്ത് തന്നെ എടുക്കുക. ഇനി അത് ചേർത്ത് വായിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ വിശ്വപുരുരാജിമണ്ഡലൈ, അവിടെ ഒരു വിസർഗം കൊടുത്തിട്ട് പകുതി ഹകാരത്തിൽ അത് വായിക്കുക. എന്നിട്ട് താഴെ അഭ്യാനന, പിന്നെ രാ വേണ്ട, രാ ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട വ്രജാർഭക, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അതേപോലെ തന്നെയാണ് യഥാംഭോരുഹ കർണികായ, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്. പിന്നെ വിരേജു, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.